വെൽക്കം ബാക്ക്. കോളേജ് മേറ്റിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അഡ്മിനാണ്. അഡ്മിൻ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റോള് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അഡ്മിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ടിലേക്ക് വരുന്നു. അതിനുശേഷം അഡ്മിനിസ്ട്രേഷൻ, ദെൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ചിലപ്പോൾ ഇതിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കൊടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. സബ്ജക്റ്റ് നെയിം കൊടുക്കുക, ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, സബ്മിറ്റ്. ഓക്കെ. ഇനി നമ്മൾ കൊടുക്കുന്നത് ഓഫീസിനെ കുറിച്ചുള്ള, ഓഫീസ് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുമ്പം ഓഫീസിനെ നമ്മൾ നൺ എന്നാണ് വിളിക്കുക. ഓക്കെ. അപ്പം ഞാനിവിടെ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട്. നൺ എന്ന് പറഞ്ഞതാണ് ഓഫീസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നെയിം നൺ ആക്കുക, അതേപോലെ സബ്ജക്റ്റ് നെയിം നൺ ആക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ ഓഫീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നൺ എന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ ഓഫീസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ കിട്ടാത്ത അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കോളേജിലുള്ള മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളും ആദ്യമായിട്ട് ആഡ് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ. ഇനി അടുത്ത അഡ്മിനിസ്ട്രേഷൻ പാർട്ടിൽ നമുക്ക് വരുന്നത് കോഴ്സസ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ്സ് കഴിഞ്ഞു, അതിനുശേഷം കോഴ്സസിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ കോഴ്സുകൾ, കോഴ്സ് നെയിം നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ BA മലയാളം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ BA മലയാളം ടൈപ്പ് ചെയ്യുക. മലയാളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ടൈപ്പ് ചെയ്യാം. ഷോർട്ട് നെയിം നമ്മൾ മലയാളം എന്ന് പറഞ്ഞു കൊടുക്കാം. കാറ്റഗറി UG ഓർ PG ഏതാണോ അത് കൊടുക്കുക. സ്ട്രീം ആർട്സ് ആണോ സയൻസ് ആണോ എന്നുള്ളത് കൊടുക്കുക. കോഡ് നിങ്ങളുടെ കൊടുക്കാം. പിന്നെ PH കാൻഡിഡേറ്റ്സ് എലിജിബിൾ ആണെങ്കിൽ അത് കൊടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലയാളം ആണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇങ്ങനെ ആവശ്യമുള്ള കോഴ്സുകൾ, എത്ര കോഴ്സുകളുണ്ടോ ആ കോഴ്സുകളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ ഇനിയുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഓൾറെഡി അഡ്മിനാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. ഇനി നമുക്കങ്ങനെ പുതിയ യൂസേഴ്സ്, ഓരോ സെക്ഷനിലുള്ള ആൾക്കാർക്കും ഓരോ യൂസർ IDയും പാസ്വേഡും എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുക. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കഷനിൽ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.